കുട്ടികളെ നമസ്കാരം. എല്ലാവരും നല്ല ഉഷാറല്ലേ? നമ്മൾ +2 കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ സൊല്യൂഷൻസ് എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. സൊല്യൂഷൻസൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? സൊല്യൂഷൻസ് അഥവാ ലായനികൾ. എന്താണ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ? സൊല്യൂഷൻസ് എന്ന് പറയുന്നതിന് മുമ്പ് സ്വാഭാവികമായി നമ്മൾ മാറ്ററിൻ്റെ, അതായത് പദാർത്ഥത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. മാറ്റർ നമുക്കറിയാം, പദാർത്ഥം അല്ലേ? കെമിസ്ട്രി എന്ന് പറയുന്നത് പദാർത്ഥത്തിൻ്റെ പഠനമാണല്ലോ അല്ലേ? ഈ മാറ്ററിനെ നമ്മൾ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. പ്യുവർ സബ്സ്റ്റൻസസും അതുപോലെ മിക്സ്ചേഴ്സും. അപ്പോൾ മാറ്ററിനെ നമ്മൾ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും. എന്താണ് ഈ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? ശുദ്ധ പദാർത്ഥങ്ങൾ അല്ലേ? മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മിശ്രിതങ്ങൾ. ഈ പ്യുവർ സബ്സ്റ്റൻസിനെ വീണ്ടും നമ്മൾ രണ്ടാക്കിയിട്ടുണ്ട്. എലമെൻറ്റ്സ്, കോമ്പൗണ്ട്സ്. എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൂലകങ്ങളാണ്. കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ സംയുക്തങ്ങൾ അല്ലേ? അതൊക്കെ നമുക്ക് അറിയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഈ മിക്സ്ചേഴ്സിനെ, മിശ്രിതങ്ങളെ നമ്മൾ രണ്ടാക്കി തരംതിരിച്ചിട്ടുണ്ട്. ഹോമോജീനിയസ് മിക്സ്ചേഴ്സും അതുപോലെ ഹെറ്ററോജീനിയസ് മിക്സ്ചേഴ്സും. അപ്പോൾ മിക്സ്ചേഴ്സിനെ നമ്മൾ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഹോമോജീനിയസ് മിക്സ്ചേഴ്സും അതുപോലെ തന്നെ ഹെറ്ററോജീനിയസ് മിക്സ്ചേഴ്സും. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ ഏകാത്മക മിശ്രിതങ്ങൾ, ഹെറ്ററോജീനിയസ് എന്ന് പറഞ്ഞാൽ ഭിന്നാത്മക മിശ്രിതങ്ങൾ അല്ലേ? അപ്പോൾ നമ്മൾ മാറ്റർ, അതായത് പദാർത്ഥത്തിനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. പ്യുവർ സബ്സ്റ്റൻസ് അതായത് ശുദ്ധപദാർത്ഥങ്ങൾ, മിക്സ്ചേഴ്സ് മിശ്രിതങ്ങൾ. പ്യുവർ സബ്സ്റ്റൻസിനെ വീണ്ടും രണ്ടാക്കിയിട്ടുണ്ട്. എലമെൻറ്റ്സ് മൂലകങ്ങൾ, കോമ്പൗണ്ട്സ് സംയുക്തങ്ങൾ. മിശ്രിതങ്ങളെ രണ്ടാക്കിയിട്ടുണ്ട്. ഹോമോജീനിയസ് ഏകാത്മക മിശ്രിതങ്ങൾ, ഹെറ്ററോജീനിയസ് ഭിന്നാത്മക മിശ്രിതങ്ങൾ. ഇതിനകത്ത് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആണ് നമ്മുടെ സൊല്യൂഷൻസ് അല്ലേ? അപ്പോൾ സൊല്യൂഷൻസ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്, അതായത് അവരുടെ കോമ്പോസിഷൻ യൂണിഫോം ആയിരിക്കും എല്ലായിടത്തും. ദേ ഹാവ് യൂണിഫോം കോമ്പോസിഷൻ ത്രൂ ഔട്ട്. അവരുടെ ഘടന എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള മിക്സ്ചേഴ്സിന് വിളിക്കുന്ന പേരാണ് ഹോമോജീനിയസ്. നമ്മളെ ചാപ്റ്റർ സൊല്യൂഷൻസ് അല്ലേ? സൊല്യൂഷൻസും എന്താണ്? ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആണ്. ഹെറ്ററോജീനിയസ് മിക്സ്ചേഴ്സിന് രണ്ട് തരം ഹെറ്ററോജീനിയസ് മിക്സ്ചേഴ്സ് ഉണ്ട്. കൊളോയിഡ്സ് അതുപോലെ തന്നെ സസ്പെൻഷൻ. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. അപ്പം നമ്മളെ മഡി വാട്ടർ അല്ലേ, ചളിവെള്ളം ഒരു സസ്പെൻഷനാണ്. കൊളോയിഡ് പറ്റി ഞാൻ തൽക്കാലം ഒന്നും പറയുന്നില്ല, കാരണം നമുക്കൊരു ചാപ്റ്റർ തന്നെ വിശദമായി പറയാനുണ്ട്. ചാപ്റ്റർ 5 സർഫസ് കെമിസ്ട്രിയിൽ നമ്മൾ കൊളോയിഡ്സിനെ പറ്റിയിട്ട് വളരെ വിശദമായി പറയും. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ ഈ ഒരു ടൈമിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമുക്കറിയാം സൊല്യൂഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ഹൗ ക്യാൻ വി ഡിഫൈൻ സൊല്യൂഷൻസ്? സൊല്യൂഷൻസ് ലൈനുകളെ എങ്ങനെ നമുക്ക് നിർവചിക്കാം? സൊല്യൂഷൻസ് ആർ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് കൺസിസ്റ്റ് ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ്. അപ്പോൾ സൊല്യൂട്ടും സോൾവെൻറ്റും ചേർന്നുള്ള ഒരു ഹോമോജീനിയസ് മിക്സറാണ് സൊല്യൂഷൻ. സൊല്യൂട്ട്സ് ലീനം അല്ലേ, സോൾവെൻറ്റ്സ് ലായകം. അപ്പോൾ ഒരു സൊല്യൂട്ടും സോൾവെൻറ്റും ചേർന്നുണ്ടാകുന്ന ഹോമോജീനിയസ് മിക്സറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻ ഉണ്ടാക്കാൻ ആര് വേണം? സൊല്യൂട്ട് വേണം, അതുപോലെ തന്നെ സോൾവെൻറ്റ് വേണം. സൊല്യൂട്ട് എന്ന് പറയുന്നത് ലീനമാണ്, സോൾവെൻ്റ് എന്ന് പറയുന്നത് ലായകമാണ്. സൊല്യൂട്ടിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദ സബ്സ്റ്റൻസ് പ്രസന്റ് ഇൻ ലെസ്സർ ക്വാണ്ടിറ്റി ഇൻ എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷനകത്ത് കുറഞ്ഞ അളവിലുള്ള സാധനത്തിനെ വിളിക്കുന്ന പേരാണ് എ സൊല്യൂട്ട് അല്ലേ? എ സോൾവെൻ്റോ സബ്സ്റ്റൻസ് പ്രസന്റ് ഇൻ ലാർജർ ക്വാണ്ടിറ്റി ഇൻ എ സൊല്യൂഷൻ. ഒരു ലായനിക്കകത്ത് കൂടുതലായി കാണപ്പെടുന്ന സാധനമാണ് സോൾവെൻറ്റ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സൊല്യൂഷൻ ഒരു എക്സാമ്പിൾ, സോൾട്ട് സൊല്യൂഷൻ. സോൾട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോൾട്ട് ഇൻ വാട്ടർ എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ സോൾട്ട് അവിടുത്തെ എന്തായി? സൊല്യൂട്ട് അഥവാ ലീനമായി. വാട്ടർ അവിടുത്തെ എന്തായി? സോൾവെൻസ് അഥവാ ലായകമായി എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ സൊല്യൂഷനെ നമ്മൾ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നോക്കാം. ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് സൊല്യൂട്ട്, സോൾവെൻറ്റ് അവരുടെ ഭൗതികാവസ്ഥ എങ്ങനെയാണ്, സോളിഡ് ആണോ ലിക്വിഡ് ആണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സൊല്യൂഷൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം.
So on the basis of physical state of solute and solvent, there are 3 types of solutions. ഏതൊക്കെയാണ് ആ 3 തരം സൊല്യൂഷൻസ്? gaseous solutions, liquid solutions and solid solutions. അപ്പോൾ നമുക്ക് ആ സൊല്യൂഷൻസ് ഓരോന്നായിട്ട് നോക്കാം അല്ലേ. അപ്പോൾ നമുക്കറിയാം 3 തരം സൊല്യൂഷൻസ് ഉണ്ട്. gaseous സൊല്യൂഷൻസ്, ലിക്വിഡ് സൊല്യൂഷൻസ്, സോളിഡ് സൊല്യൂഷൻസ്. gaseous സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ സോൾവെൻറ്റ് ഗ്യാസ് ആയിരിക്കും. സോൾവെൻറ്റ് ഗ്യാസ് ആണെങ്കിൽ സൊല്യൂട്ട് ഏതൊക്കെയാവാം? സൊല്യൂട്ട് ഗ്യാസ് ആവാം, ലിക്വിഡ് ആവാം, സോളിഡ് ആവാം അല്ലേ. അപ്പോൾ നമുക്ക് ഗ്യാസ് സോൾവെൻ്റ് ആയിട്ട് വരുന്ന 3 കേസുകൾ നോക്കാം. ആദ്യത്തെ കേസ് ഗ്യാസ് സോൾവെൻറ്റും ഗ്യാസ് സൊല്യൂട്ടും. എക്സാമ്പിൾ നോക്കൂ. മിക്സ്ചർ ഓഫ് O2 ആൻഡ് CO2, മിക്സ്ചർ ഓഫ് O2 ആൻഡ് N2. അതായത് കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ചേരുന്ന ഒരു മിക്സർ, അതൊരു ഗ്യാഷ്യസ് സൊല്യൂഷൻ ആയിരിക്കുമല്ലോ. ഓക്സിജനും നൈട്രജനും ചേരുന്ന ഒരു മിക്സർ, അത് ഗ്യാഷ്യസ് സൊല്യൂഷൻ ആയിരിക്കുമല്ലോ. ഇപ്പോൾ ഓക്സിജൻ നൈട്രജൻ ചേരുന്ന മിക്സർ നമുക്കറിയാം. നമ്മുടെ എയർ 78% നൈട്രജൻ അവിടുത്തെ സോൾവെൻ്റായി. O2 21% സൊല്യൂട്ട് അല്ലേ. അപ്പോൾ ഗ്യാസും വരുന്ന കേസിൽ ഒരു ഗ്യാസ് സൊല്യൂട്ട് ആയിരിക്കും, ഒരു ഗ്യാസ് എന്തായിരിക്കും? സോൾവെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെങ്ങനെ അതിൽ സോൾവെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക? ലാർജർ ക്വാണ്ടിറ്റി ആരാണുള്ളത് അത് സോൾവെൻ്റ് ആയിരിക്കും അല്ലേ. ഇനി ലിക്വിഡ് സൊല്യൂട്ട് വരുന്നൊരു കേസ് നോക്കാം. ക്ലോറോഫോം മിക്സ്ഡ് വിത്ത് നൈട്രജൻ ഗ്യാസ്. ക്ലോറോഫോം നമുക്കറിയാം ലിക്വിഡ് സ്റ്റേറ്റിലാണ്, അത് അവിടുത്തെ സൊല്യൂട്ടാണ്. നൈട്രജൻ ഗ്യാസ് സോൾവെൻ്റ് ആണ്, അത് അവിടെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് അല്ലേ. വാട്ടർ വേപ്പർ ഇൻ എയർ. വാട്ടർ വേപ്പർ നമുക്കറിയാം ലിക്വിഡാണ്. എയർ എന്ന് പറയുന്നത് ഗ്യാസാണ്. സോ വാട്ടർ വേപ്പർ ഇൻ എയർ എന്ന് പറയുമ്പോൾ എയർ ആണ് അവിടുത്തെ സോൾവെൻറ്റ്, വാട്ടർ വേപ്പർ അവിടുത്തെ സൊല്യൂട്ടാണ്. സോളിഡ് സൊല്യൂട്ടായി വരുന്ന കേസ് നോക്കൂ. ക്യാംഫർ ഇൻ നൈട്രജൻ ഗ്യാസ്. നമ്മൾ കർപ്പൂരം കത്തിക്കുകയാണ്. കർപ്പൂരം കത്തിക്കുമ്പോൾ നമുക്കറിയാം കർപ്പൂരം സോളിഡാണ്. ഇവിടെ നൈട്രജൻ ഉദ്ദേശിക്കുന്ന എയർ തന്നെയാണ്. അപ്പോൾ എയറിൽ നമ്മൾ ക്യാംഫർ കത്തിക്കുമ്പോൾ ക്യാംഫർ അവിടുത്തെ സൊല്യൂട്ടും എയർ അഥവാ നൈട്രജൻ അവിടുത്തെ സോൾവെൻറ്റുമായി മാറിയിട്ടുണ്ട്. നാഫ്തലിൻ ഇൻ എയർ. നിങ്ങൾ നാഫ്തലിൻ കണ്ടിട്ടില്ലേ? നമ്മൾ ഈ പാറ്റ ഗുളിക എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഫ്ലഷിലൊക്കെ ഇടുന്ന പച്ചയും മഞ്ഞയും ചുവപ്പും കളറുള്ള ഒരു വട്ടത്തിലുള്ള സാധനം, നല്ല സ്മെല്ലുള്ളത് അല്ലേ, അത് അരോമാറ്റിക് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ നാഫ്തലിൻ അവിടെ സൊല്യൂട്ടായി മാറുന്നു, എയർ അവിടെ സോൾവെൻ്റായി മാറുന്നു. അപ്പോൾ 3 തരം ഗ്യാഷ്യസ് സൊല്യൂഷൻസ് ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ്? ഗ്യാസും വരുന്ന കേസ്, ലിക്വിഡ് സൊല്യൂട്ടും സോൾവെൻറ്റ് ഗ്യാസും വരുന്ന കേസ്, സോളിഡ് സൊല്യൂട്ടും സോൾവെൻറ്റ് ഗ്യാസും വരുന്ന കേസ്. ഇനി നമുക്ക് ലിക്വിഡ് സൊല്യൂഷൻസ് നോക്കാം. ലിക്വിഡ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും മനസ്സിലായിട്ടുണ്ടാവും, ലിക്വിഡാണ് അവിടുത്തെ സോൾവെൻറ്റ്. അവിടെയും ഈ പറഞ്ഞ പോലെ സൊല്യൂട്ട് ഏതൊക്കെയാവാം? ഗ്യാസ് ആവാം, ലിക്വിഡ് ആവാം, സോളിഡ് ആകാം എന്നുള്ളതാണ്. അപ്പം ഇതിൽ എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾക്ക് ഈ 3 കേസും നമുക്ക് നല്ല പരിചയമുള്ള കേസ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സൊല്യൂഷൻസാണ് ലിക്വിഡ് സൊല്യൂഷൻസ്. ആദ്യം നമുക്ക് ഗ്യാസ് ലിക്വിഡ് സൊല്യൂഷൻ നോക്കാം. ഗ്യാസ് ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗ്യാസ് സൊല്യൂട്ടും ലിക്വിഡ് സോൾവെൻറ്റും വരുന്ന കേസ് നമുക്ക് നല്ല പരിചയമുണ്ട്. സോഡ വാട്ടറിൽ അറിയാം കാർബൺ ഡൈ ഓക്സൈഡാണ് സൊല്യൂട്ട്, വാട്ടർ ലിക്വിഡാണ് അല്ലേ. അതുപോലെ ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലുള്ള വാട്ടർ, ഡിസോൾവ്ഡ് ഓക്സിജൻ ആണ് ഈ അക്വാറ്റിക് ലൈഫൊക്കെ ഉപയോഗിക്കുന്നത്. ഫിഷസ് അതുപോലെ പ്ലാന്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് ഡിസോൾവ്ഡ് ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ എന്ന് പറയുമ്പോൾ അവിടെ ഓക്സിജൻ സൊല്യൂട്ടായി, വാട്ടർ അവിടുത്തെ എന്തായി? സോൾവെൻ്റായി അല്ലേ. ലിക്വിഡ് സൊല്യൂഷൻ നമുക്ക് വളരെ പരിചയമുള്ള ഒരു കേസാണ്. ലിക്വിഡ് സൊല്യൂഷൻ ഏതാണ്? ആൽക്കഹോൾ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ അല്ലേ. അപ്പോൾ അവിടെ ആൽക്കഹോൾ സൊല്യൂട്ടാണ്, വാട്ടർ വെള്ളം അവിടുത്തെ സോൾവെൻ്റ് ആണ്. ഡൈല്യൂട്ട് ആസിഡ്സ്, ഡൈല്യൂട്ട് ആൽക്കലീസ്. അപ്പോൾ നമ്മൾ ആസിഡൊക്കെ നേർപ്പിക്കുന്നത് നിങ്ങൾ ലാബിൽ കണ്ടിട്ടുണ്ടായിരിക്കും. +1 കുറച്ചൊക്കെ കയറിയിട്ടുണ്ടാവും. ഇനി ഈ വർഷം നിങ്ങൾക്ക് വളരെ ലാബ് വിശദമായിട്ട് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആസിഡും ആൽക്കലിയൊക്കെ എങ്ങനെയാണ് ഡൈല്യൂട്ടഡ് ആക്കുക? നമ്മളൊരു ടെസ്റ്റ് ട്യൂബിനകത്ത് വാട്ടർ എടുക്കും. അപ്പോൾ വാട്ടർ അവിടുത്തെ സോൾവെൻ്റാണ്, അതിലേക്ക് കുറച്ച് ആസിഡ് ആഡ് ചെയ്യും. അപ്പോൾ ആസിഡ് അവിടുത്തെ സൊല്യൂട്ടായി മാറി. ആൽക്കലിയും ഇതേപോലെ തന്നെ വാട്ടർ എടുക്കും സോൾവെൻ്റായിട്ട്, അതിലേക്ക് കുറച്ച് ആൽക്കലി ആഡ് ചെയ്യും, ആൽക്കലി അവിടുത്തെ സൊല്യൂട്ടാവും. അപ്പോൾ ഡൈലൂട്ടഡ് ആസിഡും ആൽക്കലിയും അതുപോലെ ആൽക്കഹോൾ പ്ലസ് വാട്ടർ ഇതൊക്കെ ലിക്വിഡ് സൊല്യൂഷൻസിന് ഉദാഹരണമാണ്. സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന കേസാണ്.
സോളിഡ് സൊല്യൂട്ടായിട്ടും വാട്ടർ ലിക്വിഡ് സോൾവൻ്റായിട്ടും വരുന്നത്? സോൾട്ട് ഇൻ വാട്ടർ, ഉപ്പുവെള്ളം, ഗ്ലൂക്കോസ് ഇൻ വാട്ടർ, അല്ലേ? ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇവിടെ സോളിഡാണ് സൊല്യൂട്ടായിട്ട് വരുന്നത്, ലിക്വിഡ് അവിടുത്തെ സോൾവൻ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ 3 തരം ലിക്വിഡ് സൊല്യൂഷൻസ് മനസ്സിലായല്ലോ. സോ വാട്ട് യു മീൻ ബൈ ലിക്വിഡ് സൊല്യൂഷൻ? ലിക്വിഡ് വിൽ ബി ദ സോൾവെൻറ്റ്, സൊല്യൂട്ട് മേ ബി സോളിഡ്, ഗ്യാസ് ഓർ ലിക്വിഡ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? നമുക്ക് മൂന്നാമത്തെ അവസാനത്തെ ടൈപ്പിലേക്ക് പോകാം, സോളിഡ് സൊല്യൂഷൻസ്. വാട്ട് യു മീൻ ബൈ സോളിഡ് സൊല്യൂഷൻസ്? സോളിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അവിടെ സോൾവൻ്റ് ആരായിരിക്കും? സോളിഡ് ആയിരിക്കും. സൊല്യൂട്ട് എന്തൊക്കെയാവാം? സൊല്യൂട്ട് സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗ്യാസ് ആവാം എന്നുള്ളതാണ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഹൈഡ്രജൻ, സോളിഡും ഗ്യാസും സോളിഡും വരുന്നൊരു കേസ്. ഗ്യാസും സോളിഡും വരുന്ന കേസ് എന്ന് പറയുമ്പോൾ ഗ്യാസ് അവിടുത്തെ ആരാണ്? സൊല്യൂട്ടാണ്. സോളിഡ് അവിടുത്തെ, അതായത് സോളിഡ് അവിടുത്തെ സോൾവൻ്റാണ്, അല്ലേ? അപ്പോൾ കുറച്ച് എക്സാമ്പിളിലേക്ക് വരികയാണെങ്കിൽ, ഹൈഡ്രജൻ ഇൻ പലേഡിയം, ഹൈഡ്രജൻ ഇൻ പ്ലാറ്റിനം, ഹൈഡ്രജൻ ഇൻ നിക്കൽ. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഇവിടുത്തെ സൊല്യൂട്ടാണ്. ഈ സൊല്യൂട്ട് പ്ലാറ്റിനം, പല്ലേഡിയം, നിക്കൽ തുടങ്ങിയ മെറ്റൽസിൻ്റെ കൂടെ വരുമ്പോൾ ആ മെറ്റൽസ് അവിടെ സോൾവൻ്റായിട്ട് ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ലിക്വിഡ് സോളിഡ് സൊല്യൂഷൻ നോക്കാം നമുക്ക്. ലിക്വിഡ് സോളിഡ് സൊല്യൂഷൻ്റെ പ്രത്യേകത എന്താ? ലിക്വിഡ് സോളിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അവിടെ സൊല്യൂട്ട് ലിക്വിഡും സോളിഡ് സോൾവെൻറ്റുമായിരിക്കും. അത് നിങ്ങൾക്ക് അത്ര പരിചയം ഉണ്ടായിരിക്കില്ല, എന്നാലും നമ്മൾ +1 ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ട്. സോഡിയം അമാൽഗം അറിവേണ്ട, +1 ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്ററിലാണ് നമ്മൾ പഠിച്ചത്. സോഡിയം അമാൽഗം. എന്താ അമാൽഗം എന്ന് പറഞ്ഞാൽ? മെർക്കുറിയുടെ കോമ്പൗണ്ടുകളാണ് അമാൽഗം, അല്ലേ? അപ്പോൾ അമാൽഗം ഓഫ് മെർക്കുറി വിത്ത് സോഡിയം. അപ്പോൾ മെർക്കുറി എന്ന് പറയുന്ന മെറ്റൽ അവിടുത്തെ സൊല്യൂട്ടായില്ലേ? ലിക്വിഡ് സ്റ്റേറ്റിലുള്ള മെറ്റൽ മെർക്കുറി നമുക്കറിയാം, അല്ലേ? ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന അപൂർവം മെറ്റൽസിൽ ഒരാളാണ് മെർക്കുറി. ഈ മെർക്കുറി സോഡിയം എന്ന് പറയുന്ന മെറ്റലിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ സോഡിയം മെറ്റൽ അവിടെ ആരായി മാറി? സോൾവൻ്റായി മാറി. ഓക്കെ, അപ്പോൾ മെർക്കുറിയുടെ മെറ്റൽ അമാൽഗംസ് ഒക്കെ ഏത് തരം സൊല്യൂഷൻസ് ആയിരിക്കും? ലിക്വിഡ് സോളിഡ് സൊല്യൂഷൻസ് ആയിരിക്കും. അവസാനത്തേത് ഏതാണ്? സോളിഡ് സോളിഡ് സൊല്യൂഷൻ. സോളിഡ് സോളിഡ് സൊല്യൂഷൻ നമ്മളെ പെൺകുട്ടികൾക്കൊക്കെ നല്ല പരിചയമായിരിക്കും. എന്താണ്? ഗോൾഡ് ഓർണമെൻറ്റ്സ്. ഗോൾഡ് ഓർണമെൻറ്റ്സ് അറിയാം നമുക്ക്. അത് സോളിഡ് സൊല്യൂഷനാണ്. അവിടെ ആരാ സോൾവെൻ്റ്? ഗോൾഡ് സോൾവെൻ്റാണ്. സൊല്യൂട്ട് ആരാ? കോപ്പർ, അല്ലേ? അപ്പോൾ കോപ്പറും ഗോൾഡും മിക്സ് ചെയ്തിട്ടാണ് ഓർണമെൻ്റൽ ഗോൾഡ് ഉണ്ടാക്കുന്നത്. അതൊരു സോളിഡ് സൊല്യൂഷനാണ് എന്നുള്ളതാണ്. അപ്പോൾ സോൾവെൻറ്റിൻ്റെയും സൊല്യൂട്ടിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എത്രയാക്കിയിട്ടാണ്? പ്രധാനമായിട്ടും 3 ആയിട്ട്. ഗ്യാഷ്യസ് സൊല്യൂഷൻസ്, ലിക്വിഡ് സൊല്യൂഷൻസ്, സോളിഡ് സൊല്യൂഷൻസ്, അല്ലേ? അപ്പോൾ സോൾവൻ്റ് ആരാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവർക്ക് പേര് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് സൊല്യൂഷൻസിൻ്റെ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പം സൊല്യൂഷൻ എന്താണെന്നും സൊല്യൂഷൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാനുള്ളത് മറ്റൊരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ ഈ സെഷൻ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാവും വിചാരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയ ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, സോ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമ്മൾ അടുത്ത സെഷനിൽ വീണ്ടും കണ്ടുമുട്ടും. ബൈ.